La tienda que tengo a mi espalda, el hombre intentó entrar armado. Un segundo, que estamos en directo. Disculpa, tías, los dependientes, bueno, pues... Isa, perdóname. മാധ്യമപ്രവർത്തകന്റെ രംഗത്ത് വാർത്തന്റെ ചന്തിയിൽ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ വാർത്ത എടുക്കുന്ന സമയത്ത്? അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വാർത്ത എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർ പല രീതിയിലുള്ള, ഞാനൊക്കെ റിപ്പോർട്ടിങ് കഴിഞ്ഞ് ഈ മീഡിയ മലയാളത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഒരിടത്ത് ഇരിക്കാൻ തുടങ്ങിയത്. മറ്റേത് ആളുകളെ വായിരിക്കുന്ന തെറികൾ ഫുള്ള് കേട്ട്, ഇപ്പോഴും തെറിക്ക് കുറവൊന്നുമില്ല, എങ്കിലും ആളുകളെ വായിരിക്കുന്ന മുഴുവൻ തെറികളും കേട്ട് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെങ്കിലും തിരുവനന്തപുരം മുതൽ കണ്ണൂർ ജില്ലയിൽ വരെ പോയി റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് പല ചാനലുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, പല ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മോശമായ ഒരു അനുഭവമോ അശ്ലീലകരമായ ഒരു വാചകങ്ങളോ ഒന്നും നമുക്ക് ഒരിടവും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നൊരു വീഡിയോ, അത് ഈ അടുത്ത കാലത്ത് വന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല, കുറച്ച് മാസങ്ങൾക്ക് മുൻപുള്ളതാണോ എന്നും അറിയില്ല. പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ എന്നെ അതിശയിപ്പിച്ചത്, ഒരു കാണാൻ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, ജാപ്പനീസ് സ്പെയിനാണ്, വാർത്ത വായിക്കാൻ നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നു. പിന്നീട് എന്താണ് ആ പെൺകുട്ടി റിപ്പോർട്ടർക്ക് സംഭവിച്ചത്? Es que no puedo entenderlo. ¿Me pones a ese señor delante, por favor? No, este tío tonto. Ponme a este tío tonto, por favor. Estoy haciendo un directo y estoy trabajando. അതായത് ധന്യ പറഞ്ഞതുപോലെ ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളെയൊക്കെ നേരിടേണ്ടതുണ്ട്. കാരണം അതിജീവിച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. യഥാർത്ഥത്തിൽ ഈ മാധ്യമ പ്രവർത്തകർ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം മാധ്യമ പ്രവർത്തകർ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു കാര്യവും ലോകം അറിയില്ല. ഇപ്പം മാപ്രകൾ എന്ന് വിളിച്ച് കളിയാക്കുന്നവരുണ്ട്, മാധ്യമ പ്രവർത്തകർക്ക് രണ്ടടി കിട്ടട്ടെ എന്ന് പറയുന്നവരുണ്ട്. ആ രീതിയിൽ നമ്മളടക്കം പല രീതിയിലും സ്വയം വിമർശനവുമായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, മാധ്യമപ്രവർത്തകർ നമ്മൾ വിമർശിക്കാറുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തകർ നശിച്ചു പോട്ടെ, മാധ്യമപ്രവർത്തകർക്ക് എവിടെ നിന്നായാലും അടി കിട്ടണം, മാധ്യമപ്രവർത്തകർക്ക് തല്ലുകൊള്ളേണ്ടവരാണ്, അവർ മരണപ്പെടേണ്ടവരാണ് എന്നൊന്നും വിശ്വസിക്കുന്ന ഒരുപറ്റ ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. കാരണം അവർ പറയുന്ന കാര്യങ്ങളെ, അവർ തെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ ചൂണ്ടി വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ ഓരോ പ്രസ്ഥാനങ്ങളും അവർക്കെതിരാവുന്നു. മനസ്സിലാക്കണം, ഒരാൾ ഭരിക്കുമ്പോൾ ആ ഭരണകക്ഷി ഇവർക്കെതിരാവുന്നു, മറ്റുള്ളവർ ഭരിക്കുമ്പോൾ അവർ ഇവർക്കെതിരാവുന്നു. അതാണ് മാധ്യമ പ്രവർത്തനം. ഇപ്പം ഈ പറയുന്ന പോലെ ഓരോ കുട്ടിയെ, ഇപ്പം അടുത്ത ഒരു കുട്ടിയെ കാണാതായി പോയിട്ട് നമ്മളെല്ലാം പേടിച്ചു, കൊല്ലത്ത് നിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ. അത് മാധ്യമങ്ങളുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ആര് ഇത്ര പ്രാധാന്യം കൊടുക്കും? ശിരൂരിൽ അർജുൻ മരണപ്പെട്ടപ്പോൾ മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ, പേപ്പർ മാത്രമുള്ള കാലമാണെങ്കിൽ ഡിജിറ്റൽ മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ ആര് ഇത്ര പ്രാധാന്യം കൊടുക്കും? ആര് വാർത്ത കൊടുക്കും? ഇതൊക്കെ പ്രാധാന്യം ഉണ്ടാവുന്നത് മാധ്യമങ്ങൾ ഏറ്റവും പുതിയ അത്യാധുനിക സാങ്കേതിക വിദ്യയോടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം, ഞാനത് പറഞ്ഞു പോയതാണ്. ധന്യ, ഇത് നടന്നത് സ്പെയിനിലാണ്. ധന്യ പറഞ്ഞതുപോലെ സ്പെയിനിൽ ഒരു റിപ്പോർട്ടർ, ഒരു മാധ്യമ പ്രവർത്തക റോഡിൽ നിന്നുകൊണ്ട്, ഒരു സ്ട്രീറ്റിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പുറകിലൂടെ ഒരു ജെന്റിൽമാൻ എന്ന് തോന്നിക്കുന്ന ഒരു പയ്യൻ നടന്നു വരുന്നുണ്ട്. അതെ, മാന്യതയുടെ മുഖംമൂടിയാണ് ഒരു പയ്യൻ നടന്നു വരുന്നുണ്ട്. നടന്നു വന്നപാട് ഈ കുട്ടിയുടെ പുറകിൽ തട്ടിക്കൊണ്ടാണ് വരുന്നത്. പെട്ടെന്ന് ഒരു പെൺകുട്ടിയുടെ പുറകിൽ സ്വകാര്യ ഭാഗത്ത് തട്ടുമ്പോൾ പെട്ടെന്ന് ആ കുട്ടി ഒന്ന് പതറിയിട്ട് ആ പുള്ളിയെ നോക്കി ആ കുട്ടി ഒന്നും പറഞ്ഞില്ല. കാരണം റിപ്പോർട്ട് ചെയ്ത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ലൈവിനിടയ്ക്ക് ആ കുട്ടി തട്ടിപ്പോയതായിരിക്കാം എന്ന് കരുതിയിട്ട് ചിരിച്ചുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയോട് എന്തോ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ഈ പുള്ളി എന്തോ പറയുന്നുണ്ട്. അത് കേട്ട് ആ ഡയലോഗ് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. പക്ഷെ അത് പറയുന്നതോടുകൂടി ആ കുട്ടിയുടെ മുഖം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്നിട്ടും അവർ അത് മാറ്റി വെച്ചുകൊണ്ട് റിപ്പോർട്ടിങ്ങിൽ ശ്രദ്ധിച്ചു. അപ്പോൾ അവതാരകൻ കൃത്യമായി അതിലിടപെട്ടുകൊണ്ട് ചോദിച്ചു, എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇപ്പോൾ നടന്നത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആ കുട്ടിയുടെ ആ മാധ്യമപ്രവർത്തകയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിലേക്ക്, കണ്ണ് നനയുന്ന രീതിയിലേക്ക് ആകെ ഡൗൺ ആവുന്നത് നമ്മൾ കണ്ടു. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ സീരിയസ് മനസ്സിലാവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ പാട് ആ കുട്ടി ഈ പയ്യനോട് എന്തോ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടർ ചോദിച്ചിട്ടുണ്ട്, അവതാരകൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഈ പുള്ളി തലയിൽ വന്ന് അങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഒഴിഞ്ഞ് നേരെ നടന്നു പോവുകയാണ്. ഇത്
കണ്ട അവർ ആകെ ഞെട്ടിത്തിരിച്ച് ഒരു വല്ലാത്ത പതർച്ചയോടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവരെന്തോ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു മാന്യതയെ കടന്നുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. പക്ഷേ കൃത്യമായി അവതാരകൻ ആ കാര്യത്തിൽ ഇടപെട്ടു. അവർ കൃത്യമായി ആ ഒരു വാർത്ത ക്യാമ്പയിനിങ് പോലെ അവർ നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് നടന്നത് ആ വന്ന വേഗതയിൽ തന്നെ അവനെ പുറകിൽ കൈ കെട്ടി വിലങ്ങണിയിച്ച്, നമ്മുടെ ഇവിടെയൊക്കെ മുമ്പിലാണ് വിലങ്ങണിയിക്കുന്നത്, അവിടെ പുറകോട്ട് കൈ മടക്കി വിലങ്ങണിയിച്ച് നടത്തിക്കൊണ്ടുപോകുന്ന പോലീസിനെയും പുള്ളിയെയാണ് നമ്മൾ കാണുന്നത്. എത്ര ഫാസ്റ്റാണ് നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ചോദ്യവും പറച്ചിലൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നിയമത്തിന്റെ വഴിക്ക് പോയി. ആ സ്ത്രീ അവിടെ നിന്നതാണെങ്കിൽ ചന്തി പിടിച്ച സമയം, അതെ, പിന്നെ ആര് പിടിച്ചു, എന്തിനു പിടിച്ചു, എങ്ങനെ പിടിച്ചു, അവിടെ സ്ട്രീറ്റിൽ പോയി നിന്നത് കൊണ്ടല്ലേ പിടിച്ചത്, പെണ്ണായത് കൊണ്ടല്ലേ പിടിച്ചത്, ഡ്രസ്സ് ഇറക്കം കുറവാണ് അതുകൊണ്ടാണ് അയാൾക്ക് പിടിക്കാൻ തോന്നിയത്. പിന്നെ മാധ്യമ പ്രവർത്തകരാണെങ്കിൽ കുറച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കണം, അവർക്ക് രണ്ടെണ്ണം കിട്ടട്ടെ പിടിക്കട്ടെ. അവിടെ അതൊന്നുമില്ല. അവിടെ ഇടപെടലുകൾ ഉണ്ടായി. പെട്ടെന്ന് തന്നെ പിന്നെ കാര്യങ്ങൾ പിന്നെ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനങ്ങളുണ്ടായി. ഉടൻ തന്നെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇവിടെ സുരേഷ് ഗോപി കാണുമ്പോൾ മാത്രമേ മാധ്യമങ്ങൾക്ക്, സുരേഷ് ഗോപി പിന്നെ ആരുടെയും എല്ലാ സ്ത്രീകളെയും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നൊന്നും ഇത്തരത്തിൽ ആഭാസകരമായ രീതിയിൽ വരില്ല. പക്ഷെ സുരേഷ് ഗോപി കാണുമ്പോൾ ഇവിടുത്തെ മാപ്രകൾക്ക് ഒരു ചൊറിച്ചിലുണ്ട്. പാർലമെന്റിൽ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ അത് ഭീഷണിയായി എടുക്കുന്ന വിവരമില്ലാത്ത കുറേ മാധ്യമപ്രവർത്തകർ നമുക്കിടയിലുണ്ട്. ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഒരു റിപ്പോർട്ടർക്ക് കൊടുക്കുന്ന, ഒരു സ്ഥാപനം കൊടുക്കുന്ന പിന്നെ എന്താ പറയുക, പിന്നെ സുരക്ഷിതത്വമാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ പല കള്ളക്കേസ് അല്ല എന്നുള്ളതുകൊണ്ട്, കാരണം അവിടെ കൃത്യമായി പുറകിൽ ടച്ച് ചെയ്യുന്നതും അവർ അത് ഒഴിവാക്കി വിടുന്നു, വീണ്ടും അവരെ ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത്. ഇവിടെ കൈവിരൽ തൊട്ടാൽ പോലും വ്യാജമായി കേസ് കൊടുക്കുന്ന ആളുകളുണ്ട്. അതായത് കൈവിരൽ ജസ്റ്റ് ഒന്ന് നല്ല ഉദ്ദേശത്തോടുകൂടി കൈവിരൽ തൊട്ടാൽ പോലും കേസ് കൊടുക്കുന്ന ആളുകൾ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വാർത്ത അത്തരത്തിൽ ഉണ്ടാക്കാം. പക്ഷേ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലേക്ക് പോയ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴല്ല, നമ്മുടെ സ്ഥിരം ടോക്കിൽ മാധ്യമ പ്രവർത്തകർ ഇരിക്കുമ്പോൾ പല മാധ്യമ പ്രവർത്തകരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമല്ലോ. ആ ടോക്കിൽ വന്നൊരു കാര്യമാണ്, രാത്രി വെള്ളം അടിച്ചുകൊണ്ട് വാർത്തയുടെയൊക്കെ മുന്നിൽ അയാൾ നിന്ന് അവതരിപ്പിക്കുന്നത് കണ്ടാൽ ഇപ്പൊ ലോകത്തെ നന്നാക്കി കളയും. ഇതുപോലൊരു മാന്യതയുടെ മുഖംമൂടി ധരിച്ച ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. സംസാരത്തിനിടയിൽ രാത്രി വെള്ളം അടിച്ച് ലെക്ക് കെട്ട് അവിടെ തന്നെ ജൂനിയറായി വന്ന ഒരു സബ് എഡിറ്ററെ ഒക്കെ മോശമായി പിന്നെ മോശമായി മെസ്സേജ് അയച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടി ആ രാത്രി തന്നെ തന്റെ മേലധികാരിയോട് പരാതിപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ വന്നപ്പോൾ ഇയാളുടെ പിന്നെ എന്താ ലെറ്ററാണ് അടിച്ചു വെച്ചേക്കുന്നത്, അതായത് സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത്. ആ നാണക്കേട് മറയ്ക്കാനായി ഒരിക്കലും ചെന്നെത്തരുത് എന്ന് ആഗ്രഹിച്ച ചാനലിലേക്ക് ഈ സസ്പെൻഷൻ മറയ്ക്കാനായി ഇയാൾ ആ ചാനലിലേക്ക് പോയി. ഇപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് വർഗീയത വിളമ്പുന്നുണ്ട്. അത് ഒരു സൈഡിൽ ഇരിക്കട്ടെ. അല്ല, ആ ചാനലിൽ നിന്ന് വേറൊരു ചാനലിലേക്ക് പോയില്ലേ? വേറൊരു ചാനലിലേക്ക് പോയി. കാരണം ഇവിടെ പുറത്താക്കിയല്ലോ. അല്ല, ആ പുറത്താക്കിയ ചാനലിൽ നിന്ന് വേറൊരു ചാനലിലേക്ക് പോവുകയും ആ ചാനലിൽ നിന്ന് ഇപ്പൊ വേറൊരു ചാനലിലേക്കും പോയില്ലേ? 2 ചാനലിലേക്ക് മാറിയില്ലേ? ഇല്ല, പാർത്തർ ഉദ്ദേശിച്ച ആളല്ല ഞാൻ ഉദ്ദേശിച്ചത്. പാർത്തർ ഉദ്ദേശിച്ച ആളെ എനിക്ക് മനസ്സിലായി. അയാള് ഒരു ചാനലിലിരുന്ന് മറ്റൊരു ചാനലിലേക്ക്, ഇപ്പൊ അവിടെ നിന്ന് വീണ്ടും മറുകണ്ഠം ചാടി വേറെ ചാനലിലേക്ക് പോയി എന്ന് കേൾക്കുന്നു. അത് ഒരു സൈഡിൽ നിൽക്കട്ടെ. ഇത് ഒരു പ്രമുഖ മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക്, നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു മാധ്യമത്തിലേക്ക് പോയ ഒരു മാധ്യമ പ്രവർത്തകരാണ്. അതുകൊണ്ട് കേരളത്തിൽ എത്ര സ്ത്രീകൾക്ക് മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഇവിടെ നീതി ലഭിച്ചിട്ടുണ്ട്? എത്ര മാധ്യമ പ്രവർത്തകർക്ക് ഇവിടെ നീതി ലഭിച്ചിട്ടുണ്ട്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ റിപ്പോർട്ട് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ വന്നാൽ ഈ പ്രസംഗിക്കുന്നവർക്ക് പലതിനും ഉത്തരം പറയേണ്ടി വരും, പലതിനും മറുപടി പറയേണ്ടി വരും. എന്താ പറയുക, പല ഇതുപോലൊരു സംഭവം നമ്മുടെ കേരളത്തിലാണ് നടന്നതെങ്കിൽ അല്ല, എത്ര പേർ ഒരു റിപ്പോർട്ടർക്ക് സപ്പോർട്ട് നിൽക്കും? എത്ര ചാനലുകൾ സപ്പോർട്ട് നിൽക്കും? എത്ര മാനേജ്മെന്റ് സപ്പോർട്ട് നിൽക്കും? കേൾക്കുന്നവരൊക്കെ പറയും ഞങ്ങൾ സ്ഥാപനത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷിത ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവിടുത്തെ ഒരു 5 സ്ത്രീകളെ വിളിച്ച് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എത്ര സുരക്ഷിതത്വം ഉണ്ട് എന്ന് അവർ ഉറപ്പിച്ച് പറയും.
ഇവിടുത്തെ സുരക്ഷിതത്വം എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ വിദേശ രാജ്യത്തെ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ ഇതിൽ വലിയ സ്ത്രീകളുടെ സുരക്ഷയുടെ കാര്യത്തിൽ അവരെ മോശപ്പെടുത്തുന്നവരെയൊക്കെ കൃത്യമായി നടപടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും.